ബഹുമാനപ്പെട്ട ശ്രീമതി ശാന്തകുമാരി കെ 9 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കും. ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കേരളത്തിൻ്റെ ഗ്രാമീണ സമൂഹത്തിൻ്റെ സാമ്പത്തികവും ഭൗതികവും സാമൂഹ്യമായ വളർച്ചയും വികാസത്തിനും പാതയൊരുക്കിയത് ഭരണഘടനയുടെ 73-74 ഭേദഗതികൾക്ക് ശേഷം കേരളം നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങളാണ് എന്ന് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരവും പണവും നൽകി പ്രാദേശിക സർക്കാരുകൾ എന്ന ആശയത്തിന് അർത്ഥം നൽകിയത് ലോകമറിയുന്ന ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണവും ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയതോടുകൂടിയാണ്. വനിതകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരും കഴിവുറ്റ ഭരണാധികാരികളുമായി ചരിത്രം സൃഷ്ടിച്ചതും ഭരണഘടനയുടെ 73-74 ഭേദഗതിയാണ്. സാർ, കേരളത്തിൽ ഗ്രാമീണ ജനതയുടെ ജീവിതത്തിൽ പഞ്ചായത്തുകൾക്കുള്ള സ്ഥാനം അഭേദ്യമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനങ്ങളെല്ലാം പഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലകളാണ്. സാമൂഹ്യ പുരോഗതിക്ക്, സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചതും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഫലമായാണ്. അഴിമതിയില്ലാത്ത ഭരണവാഴ്ചയ്ക്ക് സ്ത്രീകൾ ചുക്കാൻ പിടിച്ചതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പാതയോരങ്ങളും പൊതു ഇടങ്ങളും ശുചിത്വത്തിൻ്റെ പുതിയ മാതൃകയായി മാറിയത് LDF ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസനത്തിൻ്റെ പുതിയ മാതൃകകളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ പുതിയ കാർഷിക സംസ്കാരം ഉടലെടുത്തതും മണ്ണും ജലവും അറിഞ്ഞ് കൃഷി ചെയ്യാനും ഹരിതാപകരമായ നമ്മുടെ പ്രകൃതിയും പച്ചപ്പിനും സംരക്ഷിക്കാനും സംരക്ഷണത്തിൻ്റെ പുതിയ മാതൃകകൾ തീർത്തതും ഹരിത കേരളവും ആരോഗ്യ സംരക്ഷണത്തിന് ആർദ്രവും പരാശ്രയമില്ലാതെ അന്തിയുറങ്ങാൻ സ്വപ്നതുല്യമായ 4 ലക്ഷത്തിലധികം ഭവനങ്ങളിലൂടെ പുതിയ ജീവിതം ഗ്രാമീണ ജനതയ്ക്ക് സമ്മാനിച്ചതുമെല്ലാം പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും അറിവിൻ്റെ പുതിയ ലോകത്തിലൂടെ, വർണ്ണങ്ങൾ നിറഞ്ഞ പുതിയ ലോകത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഇടപെടലുകളാണ്. അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തിയ ഈ ഗവൺമെൻറ് 64,000-ലധികം വരുന്ന കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുകയും അവർക്കാവശ്യമായിട്ടുള്ള വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും മനസ്സിനോടിത്തിരി മണ്ണ് എന്ന ആശയത്തിൻ്റെ ഭാഗമായി ഭൂമി കണ്ടെത്താനും ഒക്കെയുള്ള പരിശ്രമം നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ ഇന്ന് കേരളത്തിൻ്റെ ഐശ്വര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സമ്പത്തുൽപാദന പ്രക്രിയകളും സ്ത്രീകൾ പങ്കാളികളാകണമെന്ന ലിംഗസമത്വത്തിൻ്റെ പുത്തനാശയങ്ങൾ 48 ലക്ഷം വരുന്ന സ്ത്രീകൾ അംഗങ്ങളായി കുടുംബശ്രീ എന്ന മഹാ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിലൂടെ പഞ്ചായത്ത് സംവിധാനം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. സർ, ഗ്രാമീണ നഗര തൊഴിൽ മേഖലയിൽ 100+ ട്രൈബൽ മേഖലയിലും NREGS എന്ന ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ ഇന്ന് ഓരോ വർഷവും 10 കോടിയിലധികം വരുന്ന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 23,33,000 വരുന്ന ഗ്രാമീണ ജനത സജീവ തൊഴിലാളികളായി ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചതും ഈ കേരളവും പഞ്ചായത്ത് സംവിധാനത്തിൻ്റെയും ഏറ്റവും ആത്മാർത്ഥതയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഹരിതകർമ്മസേന, നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഹരിതകർമ്മസേന, 36,000-ലധികം വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ 4,000-ലധികം വരുന്ന സംരംഭ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നമ്മുടെ നാട്ടിലെ 77 ലക്ഷം വരുന്ന വീടുകളിൽ നിന്നും 7 ലക്ഷത്തിലധികം വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് സാർ വാതിൽപ്പടി മാലിന്യം അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിബൃഹത്തായ മാലിന്യ സംസ്കാരം അതുപോലെ സംവിധാനങ്ങളും നമുക്ക് ഉള്ളത് ഒരു മാതൃകയാണ്. പല സംസ്ഥാനങ്ങളും പറയും നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സർ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ താഴ്ന്നു പോകുന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നഗരങ്ങളിൽ വീടുകളാണെങ്കിലും ഫ്ലാറ്റുകളാണെങ്കിലും മുറ്റങ്ങളെല്ലാം ടൈല് പാകി ഇരിക്കുന്ന പുതിയ സമീപനമുണ്ട്. അപ്പോൾ ഇത് തടഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ താഴോട്ട് പോകുന്നതും അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഹരിതകർമ്മസേനകൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഭിമാനകരമായ ഇടപെടലുകൾ, പുതിയ ആശയങ്ങൾക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നത് പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയുടെ ഭാഗമായിട്ടാണ്. സർ, കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട LSCD മിനിസ്റ്ററും നിയമവകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മസേന അംഗമായിട്ടുള്ള ഒരു 72 വയസ്സൊരു അമ്മൂമ്മയടക്കം വിമാനത്തിൽ ആദ്യമായിട്ടാണ് അവർ കയറുന്നത്. ഹരിതകർമ്മസേന അംഗമായതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. അവരിവിടെ വന്നു മന്ത്രിയെ കാണുന്നു. ഇത് വലിയൊരു അനുഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. സർ, കെ സ്മാർട്ടും അതുപോലെ തന്നെ ഡിജി കേരളവും എല്ലാം വളരെ അഭിമാനകരമായ
ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു മാതൃക നമ്മളെടുത്തു, സ്നേഹാരാമങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ കോങ്ങാട് മണ്ഡലത്തിൽ ബ്യൂട്ടി കോങ്ങാട് എന്ന് പറഞ്ഞൊരു പദ്ധതി ഞാൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അത് പൊതുയിടങ്ങൾ ഏറ്റവും സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. സാർ, ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 3ാം ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രകൃതിരമണീയമായിട്ടുള്ള ഇവിടെ ആസ്വദിക്കാൻ വരുന്നവർക്ക് പാതയോരങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നു. അവ പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയ സന്ദർശിച്ച സമയത്ത് ഏറ്റവും അത്ഭുതകരമായി പറയാൻ കാരണം, വീടുകളുടെ മുൻവശമുള്ള ചെടികൾ, പുല്ലുകൾ, ഇതെല്ലാം അതത് വീട്ടുകാർ തന്നെ വെട്ടി വൃത്തിയാക്കി മാറ്റണം എന്നുള്ളത് അവിടുത്തെ ഒരു നിയമമാണ്. അതല്ലെങ്കിൽ കോർപ്പറേഷനോ പഞ്ചായത്തോ ഫൈൻ ഇടുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിലും അത്തരത്തിൽ മതിൽ കെട്ടിയാൽ മതിലിന് മുൻവശത്തുള്ള പാതയോരങ്ങളിൽ ആരും തന്നെ വൃത്തിയാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംസ്കാരം കൂടി കൊണ്ടുവരണം. ചെത്തി വൃത്തിയാക്കലെന്ന് മാത്രമല്ല, പുല്ലുകൾ വെട്ടി വൃത്തിയാക്കുന്നൊരു ചുമതല നമ്മുടെ വീടുകൾക്ക് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന ഡെഫിനിഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ, പഞ്ചായത്തുകൾക്ക് തനത് വരുമാനം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലക്കാട് ജില്ലയിൽ തന്നെ മീൻവല്ലം മാതൃകയുള്ള മിനി ഹൈഡൽ പ്രോജക്റ്റുകളുണ്ട്. സർ, അതിൻ്റെ ഭാഗമായിട്ട് 2014 കമ്മീഷൻ ചെയ്തിട്ടുള്ള 3 മെഗാവാട്ട് മിനി ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മാതൃകയിൽ അതിൻ്റെ മീൻവല്ലം പദ്ധതി എൻ്റെ മണ്ഡലത്തിലാണ്, കരിമ്പ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ തച്ചമ്പാറ, കരിമ്പ തുടങ്ങിയ പഞ്ചായത്തുകൾ, വട്ടപ്പാറ, ആറ്റില തുടങ്ങിയിട്ടുള്ള പ്രകൃതിരമണീയമായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട്. അവിടെയെല്ലാം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്തിക്കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ തനത് വരുമാനം ഉണ്ടാവും. രണ്ടാമത്തെ പദ്ധതിയാണ് പാലക്കുടി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ആരംഭിച്ച പ്രവർത്തനം നടന്നു വരികയാണ്. അത്തരത്തിലുള്ള സ്വന്തമായി വരുമാനം ഉണ്ടാകാനുള്ള മാർഗം പഞ്ചായത്തുകൾക്ക് ലഭ്യമാക്കുന്നതിന് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റൊരു കാര്യം, HMCയുമായി ബന്ധപ്പെട്ടാണ്. നേരിട്ട് പഞ്ചായത്തും അല്ലെങ്കിൽ പോലും ഇത് ആരോഗ്യ വകുപ്പുമായി സംസാരിക്കുന്ന ഒരു വിഷയമാണ്. HMCകൾ 95 ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമപ്രകാരം 50% വരുമാനത്തിൻ്റെ ഷെയറിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനും ശമ്പളത്തിനും മാത്രമായി കൊടുക്കുക. പക്ഷേ ഇന്ന് പഞ്ചായത്ത് സംവിധാനങ്ങൾ എല്ലാം കൈമാറിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആശുപത്രികൾ പഞ്ചായത്തുകളാണ്, ഒരുപാട് ഫണ്ടുകൾ ചെലവഴിക്കുന്നു, ഒരുപാട് പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ താൽക്കാലികമായി നിയമിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഒരു വ്യവസ്ഥ 50-50 എന്നുള്ള വ്യവസ്ഥയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഓഡിറ്റ് പ്രശ്നം വരികയാണ്. അതിൻ്റെ ഭാഗമായി അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം. സാർ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വണ്ടൂർ നിയമസഭാ മെമ്പർ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഈ ഗവൺമെൻറ് ആൻറ്റി ദളിത് പോളിസി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയുടെ ചെങ്കൊടി സാധാരണക്കാരിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം ജന്മിമാരുടെ കൈകളിലേക്ക് കൊടുത്ത് അത് അവിടെ നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കഴിഞ്ഞ 1956 ശേഷം കേരളത്തിൽ കോൺഗ്രസും അധികാരത്തിൽ വന്നിരുന്നു. ഈ പാവപ്പെട്ട മനുഷ്യർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സാധാരണ മനുഷ്യർ അന്ധകാരത്തിലേക്ക് തിരിഞ്ഞുപോയ ഈ പാവപ്പെട്ടവർക്ക് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള ഭരണപരിഷ്കാര നിയമങ്ങളെ അട്ടിമറിച്ച് വിമോചന സമരം കൊണ്ടുവന്ന ചരിത്രം ഇവിടെയുണ്ട്. സർ, UDF ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ജോഗി എന്ന് പറയുന്ന ആദിവാസിയെ വെടിവെച്ചു കൊന്ന ചരിത്രം ഇവർ മറന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം ഇവിടെ നടന്നാണ്. പാവപ്പെട്ട ആദിവാസി അമ്മ അവരുടെ മറയ്ക്കുന്ന വസ്ത്രം വലിച്ചു കീറി മാറ്റിയത് സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞ് കറുത്ത വസ്ത്രമായതുകൊണ്ട് അത് UDFന്റെ ഭരണകാലഘട്ടത്താണ്. ഇവിടെ 2017 ഇന്ത്യയിൽ തന്നെ 2ാമത്തെ നിശബ്ദ വിപ്ലവം എന്നറിയപ്പെടുന്നത് ദേവസ്വം ബോർഡുകൾ, അമ്പലങ്ങൾ പൂജാരിമാരെ നിയമിക്കുന്ന നിയമമുണ്ടാക്കി കേരളത്തിലാണ്. അത് മറന്നുകൂടാ. സർ, ഇപ്പൊ ഈ ഗവൺമെന്റ് തന്നെ നമുക്കറിയാം ഏറ്റവും അവസാനമായി കൊണ്ടുവന്നത് ദേവസ്വം ബോർഡുകളിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ PSC മാതൃകയിൽ നിയമനം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കോളനികൾ എന്ന വാക്ക് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കോളനി വാക്കുകൾക്ക് പകരം ഇപ്പോൾ നഗർ എന്ന ഒരു ആശയം പുതുതായി രൂപം കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആന്റി ദളിതല്ല സർ. ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത്. 600-ലധികം വരുന്ന മിടുക്കരായ കുട്ടികൾ വിദേശത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. 500 പേര് ബീറ്റ് ഓഫീസർമാരായി ഫോറസ്റ്റുകൾ നിയമനം നടത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഓരോ മേഖലകളും പുതിയ തലമുറയെ കണ്ടുകൊണ്ട് സാധാരണക്കാർക്ക് അനുകൂലമായ നിയമങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ആന്റി ദളിത് പോളിസിയല്ല. ഈ പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള നിയമമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ഒരിക്കൽ കൂടി ഞാൻ പിന്തുണയ്ക്കുന്നു സാർ.